ഹലോ, എല്ലാവർക്കും നമ്മുടെ പത്രമാറ്റ് സീരിയൽ പ്രൊമോ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡൊക്കെ കണ്ടു അല്ലേ, നമ്മുടെ അലിക്ക് തല്ല് കിട്ടിയ അനി പെണ്ണാലോചിച്ച് നന്ദുവിൻ്റെ വീട്ടിൽ പോകുന്നതും ഇതൊക്കെ ആലോചിച്ച് എല്ലാവരും അനന്തപുരി തറവാട്ടിലൊക്കെ വിഷമിച്ചിരിക്കുന്ന ഘട്ടമാണ്. അപ്പോൾ ഇനി വരും എപ്പിസോഡുകളിൽ എന്തൊക്കെ ട്വിസ്റ്റുകളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിനു മുന്നേ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും കൂടെ മറക്കരുത്. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ പ്രൊമോ വീഡിയോയിലോട്ട് പോകാം. ഇന്നിപ്പോൾ ആദ്യം കാണിക്കുന്നത് നമ്മുടെ അജയൻ ഇങ്ങനെ കാറിലോട്ട് കയറാൻ എവിടെ എന്തോ മേടിച്ചിട്ട് കയറാൻ വേണ്ടി നിൽക്കുമ്പോൾ നമ്മുടെ വേണു കാണുകയാണ് അനാമികയുടെ അച്ഛൻ. എന്നിട്ട് വലിയ ആളായിട്ട് ചിരിച്ചുകൊണ്ട് അജയൻ എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലുകയാണ്. ചെന്നിട്ട് അനിക്ക് അടി കിട്ടിയതൊക്കെ അറിഞ്ഞില്ല. അജയൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഇങ്ങനൊരു സംഭവമൊന്നും. സി എയുടെ അപ്പോൾ എൻ്റെ മകനെ നീ തല്ലിയോടാന്ന് ചോദിച്ചാൽ അജയൻ വേണുവിൻ്റെ കോളറെ പിടിക്കുകയാണ്. അപ്പോൾ വേണു പറയുന്നുണ്ട്, ഞാനല്ല അജയ തല്ലിയത്, ഈ സ്റ്റേഷനിലെ സി ഐ ആണ് തല്ലിയത്. സി ഐ തല്ലിയും കൊണ്ട് മുഖത്ത് പാടുമായിട്ട് നീ അറിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും അറിയാണ്ട് നമ്മുടെ വേണു ആകെ അമ്പരന്ന് നിൽക്കുകയാണ്. എൻ്റെ വേണുവിനോട് പറയുന്നുണ്ട്, ഇപ്പം വല്ല ഗുണ്ടകളാണ് തല്ലിയെങ്കിൽ നീ എന്നെ കോളറെ കയറി പിടിക്കുക, ഈ സ്റ്റേഷനിലെ സി എ തല്ലിയതിന് നീ എന്തിനാണ് എന്നെ അടിക്കാൻ നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കുറ്റവും ഇതൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് അജയൻ്റെ അടുത്ത്. അപ്പോൾ അജയൻ പറയുന്നുണ്ട്, ആദ്യം വഴിതെറ്റി നടക്കണം, നീ നിൻ്റെ മോളെ പോയി ശരിയാക്കണം, എൻ്റെ മോനെ നന്നാക്കാൻ എനിക്കറിയാമെന്ന് പറഞ്ഞിട്ട് അജയൻ വണ്ടി എടുത്തുകൊണ്ട് പോവാണ്. അത് കഴിഞ്ഞ് നേരെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടാണ്. അവിടെ അജയൻ ചെന്നിട്ട് ദേവയാനിയോടാണ് ചോദിക്കുന്നത് അനിക്ക് അടി കിട്ടിയെന്ന്. അപ്പോൾ ദേവയാനി പറയുന്നുണ്ട്, ആ സി ഐ നമ്മുടെ നന്ദുവിനെ വിവാഹം കഴിക്കാൻ പോകുന്നു, 1-2 പ്രാവശ്യം താക്കീത് കേട്ടു, അപ്പം വീണ്ടും ചെന്നപ്പോൾ അയാളെ എന്തോ പ്രലോഭിപ്പിച്ചു, അപ്പോൾ അന്നേരം അടിച്ചതാണെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇതെന്താണ്, എന്ത് ഭാവിച്ചാണ് ഇവൻ ഇങ്ങനെ നടക്കുന്നത്? ആ സമയത്ത് നമ്മുടെ ആദർശും നൈനയൊക്കെ വരികയാണ്. അപ്പോൾ നമ്മുടെ അജയൻ വിഷമത്തോടെ പറയാണ്, ഇതെന്താ ആദർശം നമ്മൾ ഇനി ചെയ്യുന്നത്? ഇവൻ്റെ കാര്യത്തിൽ എനിക്കൊന്നും ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ലല്ലോ. ആദർശം, നീ ഒരു കാര്യം ചെയ്യണം, നീ എന്നെ എതിർക്കരുത്. അവൻ്റെ ഈ ജ്വല്ലറി ഏൽപ്പിച്ചിരിക്കുന്ന 3 അത് അവനെ കൊണ്ട് പറ്റണ കേസല്ല, അവനെ അബീനെ പോലെ ഒരു സ്റ്റാഫ് ആക്കിയാൽ മതി. അങ്ങനെയല്ല, അങ്ങനെ നമ്മൾ അവനോട് ചെയ്ത് ആദർശ് പറയുന്നുണ്ട്, അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അവൻ ഒന്നും കൂടെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ട് വരും, അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം എന്നിങ്ങനെ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ അനിയുടെ കാര്യത്തിൽ എന്തായി തീരുമെന്നോ. ജീവിതമേ അവൻ മടുത്ത് നിൽക്കുന്ന ഒരു സിറ്റുവേഷനാണ്. എന്ന് വെച്ചാൽ ഒരു പെണ്ണ് വന്നതോടുകൂടി അവൻ്റെ ജീവിതത്തിൻ്റെ താളപ്പിഴകളെല്ലാം മാറി മറിഞ്ഞു എന്ന് പറഞ്ഞിട്ട് അജയൻ വിഷമത്തോടെ പോവാണ്. എന്നിട്ട് നമ്മുടെ ആദർശും നയനയും ദേവയാനിയും കൂടെ തീരുമാനിക്കുന്നുണ്ട് എന്താണ് ഇനി ചെയ്യുക. അപ്പോൾ നയന പറയുന്നുണ്ട്, നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ അനിയുടെ കാര്യത്തിൽ തീരുമാനിക്കണം, അവൻ മാനസികമായിട്ട് ഒരുപാട് വിഷമിക്കുകയാണ് ആദർശേട്ടാന്ന് പറയുന്നുണ്ട്. ഈ നേരെ ആദർശ് പറയുന്നുണ്ട്, അവൻ്റെ വിഷമങ്ങൾ മാറി അവനൊരു നല്ല ലൈഫ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവൻ ആഗ്രഹിച്ചതുപോലെയുള്ള, അവന് ഇഷ്ടപ്പെട്ടതുപോലെയുള്ള ഒരു ജീവിതം അവന് കിട്ടണം, അതല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറെ വഴിയൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ആദർശ് റൂമിലോട്ട് പോവാണ്. അപ്പോൾ നയനയും പോവാണ്. എന്നിട്ട് അവിടെ ചെന്ന് അവരിതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്, എന്താണ് ആദർശേട്ടൻ ഇനി നമ്മൾ ചെയ്യുക, അനി ഇങ്ങനെ ആയാൽ എന്ത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ നമ്മുടെ നയനയുടെ അമ്മ വിളിക്കുകയാണ്, കനക. അപ്പോൾ പറയുന്നുണ്ട്, മോളെ ഞാൻ അച്ഛനോട് കൊടുക്കാം, ഇന്നൊരു സംഭവം ഉണ്ടായി, നമ്മുടെ അനി എത്ര ധൈര്യത്തോടെയാണെന്നറിയില്ല, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു ധൈര്യത്തോടു കൂടെ വന്ന് അവൻ നന്ദുവിനെ പെണ്ണാലോചിച്ചു. അപ്പോൾ എനിക്ക് നന്ദുവിനെ ഇഷ്ടമാണ്, നന്ദുവിന് എന്നെ ഇഷ്ടമാണ്, നിങ്ങൾ നടത്തണം. അപ്പോൾ അച്ഛൻ കാര്യങ്ങൾ പറയും, ഞാൻ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കനക ഫോൺ കൊടുക്കുകയാണ്. അപ്പോൾ അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്, മോളെ ഇന്നതുപോലെ അനി വന്നു എന്നും ഇങ്ങനെ പെണ്ണാലോചിച്ചു എന്നും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു, സി എ ആയിട്ടുള്ള ബന്ധത്തിനാണ് ഞങ്ങൾക്ക് താല്പര്യമെന്നും 2 പെൺമക്കളെ അങ്ങോട്ട് അയച്ചു, ആ കാര്യങ്ങളൊക്കെ ഞങ്ങളുടെ നിസ്സഹായാവസ്ഥയെല്ലാം അവനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇതെല്ലാം കേട്ടിട്ട് മനസ്സിലായത് ഇനി അവനൊരിക്കലും നന്ദുവിനെ ശല്യപ്പെടുത്താൻ വരില്ല എന്നൊരു ഭാവം എനിക്ക് തോന്നി. അപ്പോൾ ഇത് പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഓക്കെ അച്ഛൻ, ഇനി അച്ഛൻ ചെയ്യേണ്ടത് അച്ഛൻ്റെ മോളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കിപ്പിക്കണം, ബാക്കി കാര്യങ്ങളൊക്കെ നമ്മളിവിടെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് നയന കോള് കട്ട് ചെയ്യണം. അപ്പോൾ തന്നെ ആദർശ് ചോദിക്കുന്നുണ്ട്, ഇന്ന് അനി അവിടെ ചെന്നിരുന്നു അല്ലേ? ചെന്നിരുന്നത് മാത്രമല്ല, നന്ദുവിനെ പെണ്ണാലോചിക്കുകയും ചെയ്തു എന്നിങ്ങനെ നമ്മുടെ നയന പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എവിടെ നിന്ന് ഇവൻ ഇത്രയും ധൈര്യം കിട്ടി എന്നുള്ളതൊന്നും അറിയില്ല. എന്നിട്ട് ആദർശ് പറയുന്നുണ്ട്, ഇങ്ങനെ ആയാലും അവൻ്റെ ജീവിതം എന്തായി തീരുമെന്നൊന്നും അറിയില്ല, എന്തായാലും അമ്മ ഇനി പറഞ്ഞത് കേട്ടിട്ട് അച്ഛനും അമ്മയും സംസാരിച്ച് ചോദിച്ചിട്ട് ഇനി അനി എന്തെങ്കിലും മാനസികമായിട്ട് ചെയ്യുമോ ആദർശേട്ടാ, അവനെന്തെങ്കിലും വിഷമം കയറി കാണോ? തീർച്ചയായിട്ടും അവൻ്റെ മൈൻഡ് അത്രയ്ക്കേ ഉള്ളൂ നയന, ഇനി അവൻ എന്താ കാട്ടി കൂട്ടണേന്നൊന്നും അറിയില്ല, ഒന്ന് വിളിച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞ് അവർ ഫോൺ അനീനെ വിളിക്കുകയാണ്. പക്ഷേ ആ വിളിക്കുന്ന
ടൈമിലൊന്നും അനി കോൾ എടുക്കുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നിങ്ങനെ ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ നന്ദുവിൻ്റെ വീടാണ് കാണിക്കുന്നത്. നന്ദു സ്റ്റേഷനിൽ നിന്ന് കടന്നു വരെയും ഇന്നതുപോലെയൊക്കെ അനി വന്നിരുന്നു എന്നും പിന്നെ പെണ്ണാലോചിച്ചു എന്നും ഞങ്ങൾ കാര്യങ്ങളെല്ലാം വളരെ സോഫ്റ്റായിട്ട് തന്നെ അവനെ പറഞ്ഞ് മനസ്സിലാക്കിയെന്നും ഇനി ഒരിക്കലും അവൻ ശല്യപ്പെടുത്താൻ വരില്ല എന്നും പറഞ്ഞ് അവൻ പോയി എന്ന് പറഞ്ഞു. നിങ്ങൾ അങ്ങനെ കാര്യം നമുക്കറിയാം ഇന്നതാണെന്ന്, പക്ഷേ അവൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് പറയേണ്ടിയില്ലായിരുന്നു എന്ന് നന്ദു പറയുന്നുണ്ട്. മോളെ നമ്മുടെ കാര്യം നമുക്ക് പിന്നെ പറയേണ്ടതെന്ന് അച്ഛൻ പറയുന്നുണ്ട് നന്ദുവിനോട്. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്ന് പറഞ്ഞിട്ട് നന്ദു ആകെ വിഷമിച്ച് ആ റൂമിലോട്ട് പോവാണ്. ആ സമയം അനി നേരെ ഇവിടെ നിന്ന് ചെല്ലേണ്ടത് അവൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്താണ് ചെല്ലുന്നത്. ഫ്രണ്ട്സിൻ്റെ അടുത്ത് ചെന്നിട്ട് അനി പറയുന്നുണ്ട്, എടാ എനിക്ക് മാനസികമായിട്ട് ഒട്ടും പറ്റുന്നില്ല, അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഡ്രിങ്ക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് താട്ടേന്ന്. എടാ അതിന് ഞങ്ങളിവിടെ മദ്യം എപ്പോഴും മേടിച്ച് വെക്കും, വല്ലപ്പോഴും ഒന്ന് കഴിക്കുമെന്നല്ലാണ്ട് ഞങ്ങളങ്ങനെ മേടിച്ച് വെക്കലൊന്നുമില്ല എന്ന് അവന്മാർ പറയുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇന്ന് എന്ത് പറ്റി നിനക്ക് ഇത്രയും വിഷമം വരാൻ, നീ നന്ദുവായിട്ട് പിണങ്ങിയോ? ഇല്ല, നന്ദുവിനോട് എനിക്ക് സ്നേഹം മാത്രമല്ലേ ഉള്ളൂ എന്നിങ്ങനെ അവർ അനി ഫ്രണ്ട്സിനോട് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, ഇല്ല നിനക്ക് എന്തോ പറ്റിയിട്ടുണ്ട്, നീ പറയുക. ഒന്നും പറ്റാനില്ല, ഇപ്പം നിങ്ങൾക്കും എന്നെ വേണ്ട, ആർക്കും വേണ്ട, എല്ലാവരെയും ഞാൻ സ്നേഹിച്ചവരെല്ലാം എൻ്റെ മനസ്സ് ഉളച്ച് അല്ലാണ്ട് എനിക്കൊന്നുമായിട്ട് അവർ ചെയ്തു തന്നിട്ടില്ല. സാരമില്ല, എല്ലാവർക്കും ഞാനൊരു ബാധ്യത പോലെയും അല്ലെങ്കിൽ ഒരു വിഷമമാണ് എന്നുള്ളത് എനിക്കറിയാം. നിങ്ങൾക്ക് പോലും ഞാനൊരു പെഗ് ചോദിച്ചു പോലും നിങ്ങൾ തന്നില്ല. നിങ്ങൾക്ക് നാളെ ഒരു സമയത്ത് അവന് ചോദിച്ചിട്ട് കൊടുത്തില്ല എന്നോർത്ത് നിങ്ങളും വിഷമിക്കും എന്നിങ്ങനെ അനി പറയുന്നുണ്ട്. അവൻ്റെ ഓരോ വാക്കുകളിലും അവൻ എന്തോ കരുതി തീരുമാനിച്ച് ഇരിക്കുകയാണ് എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. എടാ നീ എങ്ങോട്ടാണ് പോകണം, വീട് നീ എന്നെ, ഞാൻ പോവാം, എനിക്ക് സമാധാനം ഇല്ല, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാ താളപ്പിഴകളും എൻ്റെ തെറ്റി, ഇനി എനിക്കൊന്നും നോക്കാനില്ല എന്ന മട്ടൊക്കെ പറഞ്ഞ് നിൽക്കുകയാണ്. ആ സമയത്ത് അവൻ അനീനെ വിടാണ്ട് പിടിച്ചു വെക്കണം. എന്നിട്ട് അനി കൈ തട്ടി മാറ്റിയിട്ട് അവിടെ നിന്ന് പോവാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ആദർശിനെയും നൈനയാണ്. അവരെത്ര കോൾ ചെയ്തിട്ടും നമ്മുടെ അനീനെ കിട്ടുന്നില്ല, എന്തു പറ്റി കാണും എന്നറിയാണ്ട് ആകെ വിഷമിക്കുകയാണ്. അപ്പോൾ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ നമ്മളിവിടെ ഇരുന്നത് കൊണ്ട് കാര്യമില്ല, നമുക്ക് പുറത്തോട്ടെങ്ങാനും പോയി അവനെ നോക്കാം. ഇവൻ ഇത് എന്ത് ഭാവിച്ചാണ് ഇങ്ങനെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നത്, ഇനി എന്തെങ്കിലും മാനസികമായിട്ട് അവന് ബുദ്ധിമുട്ട് വല്ലതും തോന്നി എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ളതാണ് ആദർശിൻ്റെ പേടി. അപ്പം അങ്ങനെയൊന്നും പറയില്ല ആദർശേട്ടാ, അവൻ അങ്ങനെ ചെയ്യുമോ, നമുക്ക് പോയി തിരക്കാം. അപ്പോൾ ഇതിനിടയിൽ ഈ നമ്മുടെ അനിയുടെ ഫ്രണ്ട്സ് നന്ദുവിനെ ഒന്ന് വിളിക്കുകയാണ്. ഇങ്ങനെ അനി ഇവിടെ വന്നിരുന്നു എന്നും അവൻ്റെ ആകെ എന്തോ ഒരു ബുദ്ധിമുട്ട്, നിങ്ങൾ തമ്മിൽ ഇന്ന് വഴക്കിട്ടോ? ഇല്ല, വഴക്കൊന്നും ഇട്ടില്ല, പക്ഷേ ഇന്ന് വീട്ടിലവൻ പെണ്ണ് ചോദിച്ചു എന്നെ ആലോചിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വന്നു. അവർ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ന്യായമായിട്ട് പറഞ്ഞു. ഇനി അതവന് ഉൾക്കൊള്ളാൻ പറ്റാഞ്ഞിട്ടാണോ എന്നറിയില്ല. എന്തായാലും ശരി, നീ അവനൊന്ന് വിളിച്ചേക്ക്, അവൻ എന്തൊക്കെയോ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്, അത് കണ്ടിട്ട് അത്ര പന്തിയല്ല എന്ന് എനിക്ക് തോന്നുന്നു അവർ ഫ്രണ്ട്സൊക്കെ ഇങ്ങനെ അനിയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ പറഞ്ഞു. ഇത് കേട്ടിട്ട് നന്ദു ആകെ ഡെസ്പാവാണ്. ഇനി എന്ത് ചെയ്യും, അനി എന്തെങ്കിലും കടുകൈ ചെയ്യും, കാരണം അത്രയ്ക്ക് ദുർബലമായ ഒരു മനസ്സാണ് അനിയുടേത് അല്ലേ. എന്തെങ്കിലും ഒരു നിസ്സാര കാര്യം മതി, അപ്പം തന്നെ അവൻ ചിന്തിച്ച് അത് വേറൊരു ലെവലിലെത്തിച്ച് മാനസികമായിട്ട് ഒരുപാട് ടെൻഷൻ അടിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അപ്പം ആദർശ് പറയുന്നുണ്ട്, ഇനിയിപ്പോൾ ആദർശും നൈനയും തമ്മിലുള്ള ഡിസ്കഷനാണ്, ഇനിയിപ്പോൾ അനിയുടെ ജീവിതത്തിൽ ഒന്ന് മാത്രമേ ചെയ്യാനുള്ളൂ, അവനെ നല്ല രീതിയിലാക്കി നല്ല വഴിക്ക് നേർവഴിക്ക് കൊണ്ടുവരണം എന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ അവൻ ഇഷ്ടപ്പെട്ടതുപോലെയുള്ള അവൻ ആഗ്രഹിച്ചതുപോലെയുള്ള ഒരു ജീവിതം അവന് നൽകണം, അതല്ലാതെ മറ്റൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നയന പറയുന്നുണ്ട്, ഇപ്പോൾ എന്തായാലും നമുക്കൊരു കാര്യം ചെയ്യാം ആദർശേട്ടാ, അവനെ നമുക്ക് തേടി കണ്ടുപിടിക്കാം, എവിടെയാണ് എന്താണ് എന്നൊന്നും നമുക്ക് അറിയില്ലല്ലോ, അതുകൊണ്ട് അവനെ നമുക്ക് തേടി കണ്ടുപിടിക്കാം ആദർശേട്ടാ എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും കൂടെ അതിലേക്ക് വേണ്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് അങ്ങ് വൈൻഡ് അപ്പ് ചെയ്യാണ്. അപ്പോൾ എന്തായാലും നന്ദുവിൻ്റെയും അനിയുടെയും ജീവിതത്തിൽ എന്തൊക്കെയോ ട്വിസ്റ്റുകൾ വരാൻ പോവാണ്. നന്ദു CA ആണോ വിവാഹം കഴിക്കുന്നത്, ഇനി അനി എന്തെങ്കിലും കടും കൈ ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി അവരുടെ ഉള്ളിൽ വരാണ്. അപ്പോൾ വരും ദിവസങ്ങളിൽ വരുന്ന എപ്പിസോഡുകൾ വളരെ ട്വിസ്റ്റ് എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഇതുവരെ നമ്മുടെ ചാനലൊക്കെ ലൈക്ക് ചെയ്യാണ്ട് ഹൈപ്പ് ചെയ്യാണ്ടും ഷെയർ ചെയ്യാണ്ടൊക്കെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ ഒക്കെ ഒന്ന് കണ്ട് ലൈക്കും കമൻറ്റും ഹൈപ്പും ഷെയറൊക്കെ
ഒക്കെ ഒന്ന് കൊടുക്കുക കേട്ടോ. അതേ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് നോക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് സബും കൂടെ ചെയ്ത് ഈ ഒരു കുഞ്ഞു ചാനലൊന്ന് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ വിശേഷങ്ങളൊക്കെ. നാളെ അടിപൊളി പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരയ്ക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ.